നമസ്കാരം. സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. വടക്കേക്കാട് പോലീസ് കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെട്ട വധശ്രമ കേസിലെ പ്രതി സ്റ്റേഷനിൽ കീഴടങ്ങി. കൈവിലങ്ങുമായി രക്ഷപ്പെട്ട പുന്നേർകുളം ചമ്മന്നൂർ മുണ്ടാറയിൽ വീട്ടിൽ മുഹമ്മദ് ഷിവാനാണ് ദിവസങ്ങൾക്കു ശേഷം സ്റ്റേഷനിൽ കീഴടങ്ങിയത്. കഴിഞ്ഞ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 3 മണിയോടെ വടക്കേക്കാട് ആരോഗ്യ കേന്ദ്രത്തിലേക്ക് എത്തിച്ചതായിരുന്നു. ഇരു കൈകളിലും ബന്ധിപ്പിച്ച വിലങ്ങ് ഒരു കൈയിലേക്ക് മാറ്റിയ സമയത്തായിരുന്നു ഇയാൾ രക്ഷപ്പെട്ടത്. കുന്നത്തൂർ ബാറിനു മുന്നിലുണ്ടായ അടിപിടിയിൽ വടക്കേക്കാട് മുരിയന്തടം കോതൂട്ടിൽ വിഷ്ണു യാദവിനെ ചെവിയിലും തലയിലും വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിലായിരുന്നു അറസ്റ്റ്. നേരത്തെ കാപ്പ കേസ് ഉൾപ്പെടെ നിരവധി അടിപിടി കേസുകളിലും ഉൾപ്പെട്ട പ്രതിയാണ് ഇയാൾ. പോലീസ് കസ്റ്റഡിയിൽ നിന്നും വധശ്രമ കേസ് പ്രതി ഓടി രക്ഷപ്പെട്ട സംഭവത്തിൽ 4 പോലീസുകാർക്ക് കഴിഞ്ഞ ദിവസം സസ്പെൻഷൻ നൽകിയിരുന്നു. ചാവക്കാട് നഗരസഭയിൽ അഴിമതി ആരോപണം. കൌൺസിൽ യോഗത്തിൽ നിന്ന് പ്രതിപക്ഷം ഇറങ്ങിപ്പോയി നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. നഗരസഭയുടെ കീഴിലുള്ള പുളിച്ചിറക്കെട്ട് കുളം, ബ്ലാങ്ങാട് ബീച്ച്, മിനി വാഗമൺ പദ്ധതികളിൽ വൻ അഴിമതി ആരോപിച്ചാണ് പ്രതിപക്ഷം കൌൺസിൽ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി പ്രതിഷേധിച്ചത്. പദ്ധതി നിർവഹണത്തിൽ ലക്ഷക്കണക്കിന് രൂപയുടെ ക്രമക്കേട് നടന്നതായാണ് ആരോപണം. പുളിച്ചിറക്കെട്ട് കുളം പദ്ധതിയിൽ 40 ലക്ഷം രൂപയുടെയും മിനി വാഗമണിൽ 3 ലക്ഷത്തിലധികം രൂപയുടെയും അഴിമതി നടന്നിട്ടുണ്ടെന്നാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാന ആരോപണം. രൂപയാണ് പദമാറ്റി. മറ്റൊന്ന്, മണത്തല പുളിച്ചിറക്കെട്ടില് 50 ലക്ഷം രൂപയുടെ പദ്ധതി എന്ന് പറഞ്ഞ് അവിടെ ചെളി നീക്കം ചെയ്യുന്നതിന് വേണ്ടിയും അവിടെ നീന്തൽക്കുളം കൊണ്ടുവരുന്നതിന് വേണ്ടി പറഞ്ഞ് 50 ലക്ഷം രൂപ ചെലവഴിച്ചു എന്ന് പറയുന്നു. അവിടെ 15 ലക്ഷം രൂപയുടെ ചെലവ് പോലും വന്നിട്ടില്ല. വൻ അഴിമതിയാണ് ഈ നഗരസഭ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കള്ള വൗച്ചർ എഴുതി ഈ നഗരസഭയിലെ സാധാരണക്കാരൻ്റെ പണം തട്ടിയെടുക്കുകയാണ് ഈ നഗരസഭ. മിനി വാഗമൺ പദ്ധതി പ്രദേശത്ത് 50,000 രൂപയുടെ പണികൾ പോലും നടന്നിട്ടില്ലെന്നും ഇതിനായി 3 ലക്ഷത്തിലേറെ രൂപ ചെലവഴിച്ചതായി കണക്കുകൾ കാണിച്ചിരിക്കുകയാണ്. പുളിച്ചിറക്കെട്ട് കുളം ആകെ 15 ലക്ഷം രൂപയുടെ പ്രവൃത്തികൾ മാത്രമാണ് പൂർത്തിയായിട്ടുള്ളതെന്നും ബാക്കി തുക മുഴുവൻ അഴിമതി നടത്തുകയാണ് ചെയ്തതെന്നും പ്രതിപക്ഷം ആരോപിച്ചു. കഴിഞ്ഞ കൌൺസിൽ യോഗത്തിൽ ഈ വിഷയം ഉന്നയിച്ചപ്പോൾ അടുത്ത യോഗത്തിൽ അജണ്ടയിൽ ഉൾപ്പെടുത്തി ചർച്ച ചെയ്യാമെന്ന് ചെയർമാൻ ഉറപ്പു നൽകിയിരുന്നതാണെന്നും ഇതിനായി 12 കൌൺസിലർമാർ ഒപ്പിട്ട നിവേദനം നൽകിയിട്ടും ഇന്നത്തെ യോഗത്തിൽ വിഷയം ചർച്ച ചെയ്യാൻ ചെയർമാൻ അനുവദിച്ചില്ലെന്നും പ്രതിപക്ഷാംഗങ്ങൾ പറഞ്ഞു. ഇറങ്ങിപ്പോക്കിനു ശേഷം ഭരണസമിതിയുടെ അഴിമതിക്കും വഞ്ചനയ്ക്കുമെതിരെ പ്രതിപക്ഷാംഗങ്ങളുടെ നേതൃത്വത്തിൽ നഗരത്തിൽ പ്രതിഷേധ പ്രകടനവും നടത്തി. പ്രതിപക്ഷ നേതാവ് സി ഗോപപ്രതാപൻ, കൌൺസിലർമാരായ ആരിഫ്, ആഷിഫ് പാലയൂർ, ജോയ്സി ടീച്ചർ, ഷെമി സത്താർ, സുജാത സത്യൻ തുടങ്ങിയവർ പങ്കെടുത്തു. കടവല്ലൂർ പഞ്ചായത്തിൽ നിന്നും കെട്ടിട നികുതി തട്ടിയെടുത്ത സംഭവത്തിൽ കൂടുതൽ തുക നഷ്ടപ്പെട്ടതായി സംശയം. ഈ സാമ്പത്തിക വർഷത്തെ കണക്ക് വിശദമായി പരിശോധിച്ചപ്പോഴാണ് സംശയം ബലപ്പെട്ടത്. കണക്കുകൾ പലതും യോജിക്കുന്നില്ലെന്ന് പരിശോധന നടത്തിയവർ പറയുന്നു. ശനിയാഴ്ച ഉച്ചയോടെ തുടങ്ങിയ പരിശോധന ഇന്നലെ പുലർച്ചെ 5 വരെയും ഇന്നലെ രാവിലെ 9 തുടങ്ങിയ പരിശോധന വൈകിട്ട് വരെയും നീണ്ടു. അവധി ദിവസമായിട്ടും ജീവനക്കാർ കണക്ക് പരിശോധിക്കാൻ എത്തിയിരുന്നു. കെട്ടിട നികുതി സ്വന്തം ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റി പഞ്ചായത്ത് ക്ലർക്ക് PS സാജിത്താണ് തട്ടിപ്പ് നടത്തിയത്. കഴിഞ്ഞ സാമ്പത്തിക വർഷം അവസാനത്തോടെ ഇത്തരത്തിൽ 3,76,641 രൂപ തട്ടിയെടുത്തത് ഇദ്ദേഹം പഞ്ചായത്തിന്റെ അക്കൗണ്ടിലേക്ക് തിരിച്ചടച്ചിരുന്നു. കണക്കുകളിൽ കണ്ട വ്യത്യാസം വിശദമായി പരിശോധിച്ചപ്പോഴാണ് തട്ടിപ്പ് പുറത്തുവന്നത്. 4 വർഷമായി സാജിത്ത് പഞ്ചായത്തിൽ ജോലി ചെയ്യുന്നുണ്ട്. അതിനാൽ ഇത് ഒറ്റപ്പെട്ട സംഭവമായി കണക്കാക്കാൻ സാധിക്കില്ലെന്നാണ് ബന്ധപ്പെട്ടവർ പറയുന്നത്. തട്ടിപ്പിന്റെ വ്യാപ്തി ഇനിയും കൂടുമെന്നാണ് നിഗമനം. പഞ്ചായത്ത് അധികൃതർ അറിയിച്ചതിനെ തുടർന്ന് തദ്ദേശ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ അന്വേഷണം ആരംഭിച്ചു. രോഗിയെ കൊണ്ടുപോവുകയായിരുന്ന ആംബുലൻസ് കാറിലിടിച്ച് അപകടം സംഭവിച്ച ഒരാഴ്ച കഴിഞ്ഞിട്ടും സംസ്ഥാന പാതയിൽ നിന്നും ഇടിച്ച വാഹനങ്ങൾ മാറ്റാത്തതിൽ നാട്ടുകാരുടെ പരാതി. സ്ഥിരം അപകട മേഖലയായ അൻസാർ ആശുപത്രി വളവിൽ എതിർദിശയിൽ നിന്നും വരുന്ന വാഹനങ്ങൾക്ക് കാഴ്ച മറച്ച നിലയിലാണ് അപകടത്തിൽപ്പെട്ട ആംബുലൻസും കാറും റോഡിന് സമീപത്തെ വളവിൽ പാർക്ക് ചെയ്തിരുന്നത്. കാർ ഞായറാഴ്ച വൈകിട്ടോടെ മാറ്റിയെങ്കിലും ആംബുലൻസ് ഇപ്പോഴും റോഡിന് സമീപത്തെ നടപ്പാതയിലാണ്. അപകടം സംഭവിച്ച് ഒരാഴ്ച പിന്നിട്ടിട്ടും പോലീസോ RTO ഓഫീസർമാരോ സ്ഥലത്തെത്തി വാഹനങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റാത്തതിനാൽ ഇനിയും മേഖലയിൽ അപകടങ്ങൾ ഉണ്ടാകുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. ഒരാഴ്ച മുമ്പ് പൊന്നാനിയിൽ നിന്നും തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് രോഗിയുമായി പോവുകയായിരുന്ന ആംബുലൻസ് കോഴിക്കോട് ഭാഗത്തു നിന്നും വന്നിരുന്ന കാറിനു പുറകിൽ ഇടിച്ചായിരുന്നു അപകടം. ആംബുലൻസ് എത്രയും പെട്ടെന്ന് റോഡിന്റെ അപകട വളവിൽ നിന്ന് മാറ്റണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു.
കാട്ടുകാമ്പാൽ പഞ്ചായത്ത് സിപിഐ മുൻ ലോക്കൽ സെക്രട്ടറിയായിരുന്ന എം.എ. രാജൻ അനുസ്മരണവും അനുമോദന സദസ്സും നടത്തി. സിപിഐ കാട്ടുകാമ്പാൽ ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പഴഞ്ഞി മഹാൻ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് കെ വത്സരാജ് എം.എൽ.എ. ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ രാഷ്ട്രീയം വളരെ ശ്രദ്ധയോടെ നിരീക്ഷിക്കുന്നവരാണ് ഇന്ത്യയിലെ വിദ്യാർത്ഥികളെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയോടെ നമ്മൾ കണ്ടുകഴിഞ്ഞുവെന്നും ഏകാധിപത്യ ഭരണ സംവിധാനത്തെ സമരത്തിലൂടെ മുട്ടുകുത്തിക്കുകയാണ് വിദ്യാർത്ഥികൾ സമരത്തിലൂടെ നടത്തിയതെന്നും എം.എൽ.എ. പറഞ്ഞു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ത്യക്കാരായ വലിയൊരു ജനവിഭാഗത്തിന്റെ പിന്തുണ ഈ സമരം നേടിയെടുക്കാനുമാണ് ഉണ്ടായതെന്നും സിപിഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായ കെ വത്സരാജ് അഭിപ്രായപ്പെട്ടു. ഷാജി ജോർജ് അധ്യക്ഷത വഹിച്ചു. അനുസ്മരണ യോഗത്തിൽ ലോക്കൽ സെക്രട്ടറി പി.കെ. രവീന്ദ്രൻ, പ്രേംരാജ് ചൂണ്ടലാത്ത്, കെ.ടി. ഷാജൻ മാസ്റ്റർ, ബബിത ഫിലോ എന്നിവർ സംസാരിച്ചു. തുടർന്ന് പഞ്ചായത്തിലെ കലാകായിക രംഗത്ത് മികവ് പ്രകടിപ്പിച്ചവരെയും വിദ്യാഭ്യാസ രംഗത്ത് ഉയർന്ന മാർക്ക് നേടിയ വിദ്യാർത്ഥികളെയും ഉപഹാരം നൽകി ആദരിച്ചു. പുന്നയൂർ പഞ്ചായത്ത് സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ ആദര സമ്മേളനം നടത്തി. SSLC, +2, VHSC, പ്രൊഫഷണൽ വിദ്യാഭ്യാസ രംഗത്ത് ഉന്നത വിജയം നേടിയവർ, പഞ്ചായത്തിലെ മികച്ച കർഷകർ, ജീവൻ രക്ഷാ പ്രവർത്തകർ ഉൾപ്പെടെ 100-ൽ പരം വ്യക്തിത്വങ്ങളെയാണ് ആദരിച്ചത്. അകലാട് AMUP സ്കൂളിൽ നടന്ന ചടങ്ങിൽ KP നൌഷാദ് അലി MLA ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് PK ഹസൻ അധ്യക്ഷത വഹിച്ചു. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KB ഷിബു, പുന്നയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റസ്ല റഹീം എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് IP രാജേന്ദ്രൻ, രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ MV ഹൈദരാലി, KP ഉമ്മർ, PM നസീർ, KK ഷുക്കൂർ, ബാങ്ക് ഡയറക്ടറും പഞ്ചായത്ത് മെമ്പർമാരുമായ സലീം കുന്നമ്പത്ത്, ബൽക്കീസ് ഖാലിദ്, ബാങ്ക് ഡയറക്ടർമാർ, ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. വൈദ്യുതി ക്ഷാമം പരിഹരിക്കാതെ നാടിനെ ഇരുട്ടിലേക്ക് തള്ളിവിട്ട UDF സർക്കാരിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് CPIM മറ്റം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെഴുകുതിരി കത്തിച്ച് പ്രതിഷേധിച്ചു. മറ്റം സെന്ററിൽ നടന്ന മെഴുകുതിരി കത്തിച്ചുള്ള പ്രതിഷേധത്തിന്റെ ഉദ്ഘാടനം CPIM ജില്ലാ കമ്മിറ്റി അംഗം പ്രൊഫസർ C. രവീന്ദ്രനാഥ് MLA നിർവഹിച്ചു. മറ്റം ലോക്കൽ സെക്രട്ടറി KS ദിലീപ് അധ്യക്ഷനായി. കുന്നംകുളം ഏരിയ കമ്മിറ്റി അംഗം C. അംബികേശൻ, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ VV തിലകൻ, KJ ബിജു, അഡ്വക്കേറ്റ് സിന്ധു ഷാജു, KM ജിജിൽ, കബീർ മാസ്റ്റർ, EV മജ്നു എന്നിവർ സംസാരിച്ചു. എരനെല്ലൂർ പരിശുദ്ധ കൊന്തമാതാവിന്റെ പള്ളിക്ക് കീഴിലുള്ള മഴുവഞ്ചേരി വിശുദ്ധ യാക്കോബ് സ്ലീഹായുടെ കപ്പേളയിലെ തിരുനാൾ ആഘോഷിച്ചു. ശനിയാഴ്ച വൈകിട്ട് 6:30 കപ്പേളയിൽ ലതീഞ്ഞ നൊവേന എന്നിവ നടന്നു. ഞായറാഴ്ച രാവിലെ 6:45 എരനെല്ലൂർ ഇടവക ദേവാലയത്തിൽ ലതീഞ്ഞ നൊവേന, ദിവ്യബലി, വിശുദ്ധന്റെ രൂപം എഴുന്നള്ളിക്കൽ എന്നീ തിരുകർമ്മങ്ങളുണ്ടായി. ഉച്ചയ്ക്ക് 1:30 വള എഴുന്നള്ളിപ്പ് ആരംഭിച്ച് വൈകിട്ട് 6:45 കപ്പേളയിലെത്തി സമാപിച്ചു. 7 മണിക്ക് ലതീഞ്ഞിനും നൊവേനയ്ക്കും നേർച്ച വിതരണത്തിനും ശേഷം ഫാൻസി വെടിക്കെട്ടും ഉണ്ടായി. മഴുവഞ്ചേരി സെന്റ് ജെയിംസ് കുടുംബ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടന്ന തിരുനാൾ ആഘോഷത്തിന് വികാരി ഫാദർ സെബി പുത്തൂർ, യൂണിറ്റ് പ്രസിഡന്റ് AN വിൻസെന്റ്, തിരുനാൾ കൺവീനർ PK ജോൺസൺ എന്നിവർ നേതൃത്വം നൽകി. കുന്നംകുളം സംഗീത സൗഹൃദം കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ പിന്നണി ഗായിക S. ജാനകിയമ്മ അനുസ്മരണവും ജാനകിയമ്മ പാടിയ പാട്ടുകളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള സംഗീത സായാഹ്നം സംഘടിപ്പിച്ചു. കുന്നംകുളം മുനിസിപ്പൽ ലൈബ്രറി CV ശ്രീരാമൻ ഹാളിൽ നടന്ന അനുസ്മരണ ചടങ്ങിൽ സംഗീത സൗഹൃദം കൂട്ടായ്മ പ്രസിഡന്റ് ബാലചന്ദ്രൻ മാസ്റ്റർ ജാനകിയമ്മ അനുസ്മരണ പ്രഭാഷണം നടത്തി. തുടർന്ന് നടന്ന സംഗീത സായാഹ്നത്തിൽ 50-ലേറെ ഗായിക ഗായകർ വിവിധ ഭാഷകളിലായി ജാനകിയമ്മ പാടിയ പാട്ടുകൾ ഉൾപ്പെടെ ആലപിച്ചു. സംഗീത സൗഹൃദം കൂട്ടായ്മ ഭാരവാഹികളായ കിഷോർ ലാൽ, സുനിൽ ചൂണ്ടൽ, ജോയ് ചീരൻ എന്നിവർ നേതൃത്വം നൽകി. വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാതെ ജനങ്ങളെ ഇരുട്ടിലേക്ക് തള്ളിവിട്ട UDF സർക്കാരിനെതിരെ CPIM നേതൃത്വത്തിൽ മെഴുകുതിരി കത്തിച്ച് പ്രതിഷേധിക്കുന്നതിന്റെ ഭാഗമായി എളവള്ളി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടത്തി. വാഗയിൽ നടന്ന പ്രതിഷേധം ഏരിയ കമ്മിറ്റി അംഗം PG സുബിദാസ് ഉദ്ഘാടനം ചെയ്തു. ഇപ്പോഴത്തെ വൈദ്യുതി പ്രതിസന്ധി UDF സർക്കാരിന്റെ സൃഷ്ടിയാണെന്നും വൈദ്യുതി വാങ്ങൽ ഉൾപ്പെടെ ആവശ്യമായ ക്രമീകരണം നടത്തേണ്ട സമയത്ത് തമ്മിലടിയും പോലം കത്തിക്കലുമായിരുന്നു UDFന്റെ പണിയെന്നും സുബിദാസ് പറഞ്ഞു. മഴ പെയ്യാൻ പ്രാർത്ഥിക്കാനാണ് മന്ത്രി ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്. 10 വർഷമായി കേരളത്തിൽ പവർ കട്ടില്ലാതിരുന്നത് LDF സർക്കാരിന്റെ കാര്യക്ഷമമായ ഇടപെടലിന്റെ ഭാഗമായാണെന്നും അദ്ദേഹം പറഞ്ഞു. ലോക്കൽ സെക്രട്ടറി PA ഷൈൻ അധ്യക്ഷനായി. KP രാജു, TD സുനിൽ, TK സഞ്ജിത്ത്, PV അശോകൻ, ശ്രീകുമാർ വാഗ, സുമ മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു. പ്രവർത്തകരുടെ വീടുകളിലും സമരത്തിന്റെ ഭാഗമായി മെഴുകുതിരികൾ കത്തിച്ച് പ്രതിഷേധിച്ചു. എടക്കളത്തൂർ ദേശാഭിമാനി കലാകായിക സാംസ്കാരിക വേദി ആൻഡ് പബ്ലിക് ലൈബ്രറി അന്നകര കളത്തിപ്പറമ്പിൽ മാധവൻ സ്മരണാർത്ഥം ഓഗസ്റ്റ് 16 മുതൽ 25 വരെ സംഘടിപ്പിക്കുന്ന അഖില കേരള പ്രസ്ഥാന പ്രൊഫഷണൽ നാടകോത്സവത്തിന്റെ ലോഗോ പ്രകാശനം
നടന്നു. മറ്റും കരിഷ്മ ഓഡിറ്റോറിയത്തിൽ മണലൂർ MLA പ്രൊഫസർ C. രവീന്ദ്രനാഥ് ലോഗോ പ്രകാശനം നിർവഹിച്ചു. ചിത്രകാരൻ ബാബു വാഗയാണ് ലോഗോ തയ്യാറാക്കിയത്. ചടങ്ങിൽ TD സുനിൽ അധ്യക്ഷനായി. ദേശാഭിമാനി ക്ലബ് അംഗങ്ങളായ അപ്പു ആളൂർ, ദിലീപ് പൈനിത്തടം, KV ജോസ് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. കണ്ടാണിശ്ശേരി പഞ്ചായത്തിലെ ചൊവ്വല്ലൂർ പാരിസ് റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് അറുതി വരുത്തി ഉടൻ ടാറിംഗ് നടത്തണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. കാൽനട യാത്രക്കാർക്ക് പോലും സഞ്ചരിക്കാനാവാതെ വർഷങ്ങളായി തകർന്നു കിടന്ന ചൊവ്വല്ലൂർ പാരിസ് റോഡ് ഉടൻ ടാറിംഗ് നടത്തി സഞ്ചാരയോഗ്യമാക്കണമെന്ന് കോൺഗ്രസ് ചൊവ്വല്ലൂർ മേഖലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. പ്രതിഷേധത്തിന്റെ ഭാഗമായി ആശാരിപ്പടിയിൽ നിന്ന് ആരംഭിച്ച പ്രകടനം ചൊവ്വല്ലൂർ പാരിസ് റോഡിൽ സമാപിച്ചു. DCC സെക്രട്ടറി V. വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. സമാപന പൊതുയോഗം കോൺഗ്രസ് പാർട്ടി ബ്ലോക്ക് പ്രസിഡന്റ് CJ സ്റ്റാൻലി ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് നേതാക്കളായ KK അഷ്റഫ് ഹാജി, KF ഇക്ബാൽ എന്നിവർ നേതൃത്വം നൽകി. തുടർച്ചയായ 3-ാം തവണയും ഇടതുപക്ഷ ഭരണം പഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്തിലും ഉണ്ടായിട്ടും ഇടതുപക്ഷ MLA കൂടി ഉണ്ടായിട്ടും പ്രഖ്യാപനങ്ങൾ മാത്രം നടത്തുകയല്ലാതെ പാരിസ് റോഡിനു വേണ്ടി ഒന്നും ചെയ്യാൻ സാധിച്ചില്ലെന്ന് കോൺഗ്രസ് ചൊവ്വല്ലൂർ മേഖലാ കമ്മിറ്റി ആരോപിച്ചു. അടുപ്പുട്ടിപ്പള്ളിയുടെ കീഴിലുള്ള കുന്നംകുളം വടക്കാഞ്ചേരി റോഡിൽ സ്ഥിതി ചെയ്യുന്ന ടൗൺ കുരിശുപള്ളിയിൽ ശമുവൻ ദസ്തുനിയുടെ ഓർമ്മ പെരുന്നാൾ ആഘോഷിച്ചു. ഞായറാഴ്ച വൈകിട്ട് 7 മണിക്ക് സന്ധ്യാ നമസ്കാരവും പള്ളിക്ക് ചുറ്റും പ്രദക്ഷിണവും ആശീർവാദവും തുടർന്ന് നേർച്ചയുമുണ്ടായി. തിങ്കളാഴ്ച രാവിലെ 6:30 പ്രഭാത നമസ്കാരം, വിശുദ്ധ കുർബാന, പ്രദക്ഷിണം, ആശീർവാദം, നേർച്ച എന്നിവ നടത്തി. പെരുന്നാൾ ശുശ്രൂഷകൾക്ക് കുന്നംകുളം ഭദ്രാസന സെക്രട്ടറിയും വികാരിയും ഇടവക അംഗവുമായ ഫാദർ സ്റ്റീഫൻ ജോർജ്, ഇടവക അംഗം ഫാദർ മാത്യൂസ് ബർസൌമ എന്നിവർ കാർമ്മികത്വം വഹിച്ചു. ട്രസ്റ്റി PK പ്രജോദ്, സെക്രട്ടറി TA ജോൺസൺ, വാർഡ് മെമ്പർ സിജു C. സൈമൺ തുടങ്ങിയവർ നേതൃത്വം നൽകി. കോട്ടപ്പടി ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ SSLC പരീക്ഷയിൽ മികച്ച വിജയം നേടിയവരെ അനുമോദിക്കലും കരിയർ ഗൈഡൻസ് മോട്ടിവേഷൻ ക്ലാസും സംഘടിപ്പിച്ചു. വായനശാല ഹാളിൽ ഡോക്ടർ VC ബിനോജ് ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് KG ഷൺമുഖൻ അധ്യക്ഷനായി. ഗുരുവായൂർ നഗരസഭാ കൌൺസിലർമാരായ ലിസി ബൈജു, നീതു പ്രബിൻ, വായനശാല ഭരണസമിതി അംഗമായ ഹരിദാസ് പൂക്കോട്ടിൽ എന്നിവർ സംസാരിച്ചു. വായനശാല സെക്രട്ടറി ഷീബ ഹരിദാസ് സ്വാഗതവും ഹംസമോൻ നന്ദിയും പറഞ്ഞു. നിരവധി കുട്ടികളും രക്ഷിതാക്കളും പങ്കെടുത്തു. ഞമരങ്ങാട് മഹാദേവ ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി 7 ദിവസങ്ങളിലായി നടന്നു വന്നിരുന്ന രാമായണ പാരായണവും സത്സംഗവും സമാപിച്ചു. ക്ഷേത്രം തന്ത്രി മഠത്തിൽ മുണ്ടയൂർ നാരായണ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും തന്ത്രി പൂജയും ഉണ്ടായി. തുടർന്ന് നടന്ന ആനയൂട്ടിൽ കൊമ്പൻ കോളക്കാടൻ കുട്ടിക്കൃഷ്ണൻ പങ്കെടുത്തു. കഴിഞ്ഞ 7 ദിവസങ്ങളിലായി ക്ഷേത്രത്തിൽ രാവിലെയും വൈകിട്ടും നടന്ന രാമായണ പാരായണത്തിന് ആചാര്യൻ ബിജു ഗോപാലകൃഷ്ണൻ നേതൃത്വം നൽകി. ക്ഷേത്രം മേൽശാന്തി ഗിരീശൻ നമ്പൂതിരി, പ്രസിഡന്റ് വിജയൻ പൈറ്റാംകുന്നത്ത്, സെക്രട്ടറി NR രാജേഷ്, ട്രഷറർ C. മാധവനുണ്ണി തുടങ്ങിയവരും പങ്കെടുത്തു. ഗുരുവായൂർ കുറുക്കംതറ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ രാമായണ മാസം ആചരിച്ചു. വിശേഷാൽ പൂജകൾ, അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, മേളത്തോടുകൂടിയ നിറമാല, ചുറ്റിവിളക്ക്, ഭഗവത് സേവ, അത്താഴ പൂജ എന്നിവയുണ്ടായി. ചടങ്ങുകൾക്ക് മേൽശാന്തി ജയേഷ് ശർമ്മ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഔഷധക്കഞ്ഞി പകർച്ചയും ഉണ്ടായിരുന്നു. ഭാരവാഹികളായ സുധീഷ് അത്തിക്കോട്ട്, ബിനീഷ് കറുത്തേടത്ത്, ദീപക് പൂക്കോട്ടിൽ, മുരളി വടാശ്ശേരി, PB ഭൂപേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. പഴഞ്ഞി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഗേൾസ് കബഡി അക്കാദമിക് ജേഴ്സി വിതരണവും ദേശീയ സംസ്ഥാന മെഡൽ ജേതാക്കൾക്ക് ആദരവും നടത്തി. ക്ഷത്രിയൻ പൂരാഘോഷ കമ്മിറ്റി ജെറൂസലേമിലാണ് വിദ്യാർത്ഥികൾക്ക് ജേഴ്സികളും ആദരവും നൽകിയത്. സ്കൂൾ SPC ഹാളിൽ നടന്ന ചടങ്ങ് BJP തൃശൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് നിവേദിത സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് അലി കോട്ടോൽ അധ്യക്ഷത വഹിച്ചു. BJP കുന്നംകുളം മണ്ഡലം പ്രസിഡന്റ് PJ ജെബിൻ, ക്ഷത്രിയൻ പൂരാഘോഷ കമ്മിറ്റി ഭാരവാഹി MG അമൽ, BJP കാട്ടകാമ്പൽ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സുനീഷ് പെരുന്തുരുത്തി, വാർഡ് മെമ്പർ മോനിഷ് രജീഷ് എന്നിവർ സംസാരിച്ചു. ദേശീയ സംസ്ഥാന തലങ്ങളിൽ മികച്ച നേട്ടങ്ങൾ കൈവരിച്ച താരങ്ങളെ ചടങ്ങിൽ ആദരിച്ചു. അക്കാദമിയിലെ എല്ലാ കുട്ടികൾക്കും പുതിയ ജേഴ്സികൾ വിതരണം ചെയ്തു. സ്കൂൾ കായികാധ്യാപകൻ K. സുജേഷ്, കബഡി കോച്ച് ലിജോ C. ജോർജ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കുന്നംകുളം യങ് മൈൻഡ്സ് ഇന്റർനാഷണൽ ക്ലബിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം ആർത്താറ്റ് ക്രിസ്റ്റൽ പാരഡൈസിൽ നടത്തി. ഡിസ്ട്രിക്ട് ഗവർണർ ജോസി ഫ്രാൻസിസ് ഉദ്ഘാടനവും സ്ഥാനാരോഹണവും നിർവഹിച്ചു. പ്രസിഡന്റ് CM മാത്യൂസ് അധ്യക്ഷത വഹിച്ചു. പ്രസിഡന്റ് അൻവർ V, വൈസ് പ്രസിഡന്റ് CC ഷാജി, സെക്രട്ടറി വിനോദ്, ജോയിന്റ് സെക്രട്ടറി KN മനോജ്, ട്രഷറർ CP ബെന്നി എന്നിവർ ചുമതല ഏറ്റെടുത്തു. ചടങ്ങിൽ റീജിയണിൽ നിന്നും സെക്രട്ടറി TV മോഹന് ലഭിച്ച മെറിറ്റോറിയസ് അവാർഡ് റീപ്രസന്റേഷനും മികച്ച വിജയം കരസ്ഥമാക്കിയവർക്കുള്ള പുരസ്കാര വിതരണവും ഉണ്ടായിരുന്നു. ക്ലബ് അംഗങ്ങളുടെ വിവിധ കലാമത്സരങ്ങളും വിജയികൾക്ക് സമ്മാനദാനവും നടത്തി.
പെരുമ്പിലാവ് അൻസാർ ഇംഗ്ലീഷ് സ്കൂളിൽ SSLC +2 CBSE ബോർഡ് പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്നതിനായി എക്സലൻഷ്യ 2026 അവാർഡ് ദാന ചടങ്ങ് സംഘടിപ്പിച്ചു. നാക്സോസ് റീറ്റെയിൽസ് ആൻഡ് എംഫാഡ് ഗ്രൂപ്പിന്റെ മാനേജിംഗ് ഡയറക്ടറും അൻസാർ ഇംഗ്ലീഷ് സ്കൂളിന്റെ 2010 ബാച്ച് പൂർവ്വ വിദ്യാർത്ഥിയുമായ KM ഹിറാസ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ ഡയറക്ടർ ഡോക്ടർ നജീബ് മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ ഇൻചാർജ് സാജിദ റസാഖ് മുഖ്യപ്രഭാഷണം നടത്തി. CBSE 10-12 ക്ലാസ് ടോപ്പർമാർ, ദേശീയ തലത്തിൽ നേട്ടം കൈവരിച്ചവർ, 90% മാർക്ക് നേടിയവർ, മജ്ലിസ് റാങ്ക് ജേതാക്കൾ, A+ വിജയികൾ, ഡിജിറ്റൽ ഫസ്റ്റ്, ഗണിതശാസ്ത്ര ഒളിമ്പ്യാഡ് വിജയികൾ എന്നിവരെയും പരിശീലിപ്പിച്ച അധ്യാപകരെയും ചടങ്ങിൽ ആദരിച്ചു. ചരമം. ചാവക്കാട് പ്രവാസി ലീഗ് നേതാവും സജീവ മുസ്ലിം ലീഗ് പ്രവർത്തകനുമായിരുന്ന മണത്തല പണിക്ക് വീട്ടിൽ കൊട്ടിലിങ്ങൽ മുഹമ്മദ് നിര്യാതനായി. 68 വയസ്സായിരുന്നു. ഖബറടക്കം തിങ്കളാഴ്ച വൈകിട്ട് 5 മണിക്ക് മണത്തല ജുമാഅത്ത് പള്ളി ഖബർസ്ഥാനിൽ നടത്തും. ബുഷ്ര ഭാര്യയും ഷംസീർ, ഷഹീൻ, ഷഹാന എന്നിവർ മക്കളുമാണ്. കാട്ടകാമ്പാൽ കിഴക്കുമുറി പടിഞ്ഞാറേപ്പാട്ട് പരേതനായ കൃഷ്ണൻ മകൻ ശങ്കുണ്ണി നിര്യാതനായി. 95 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ 10 മണിക്ക് ആയനൂർ ക്രിമിറ്റോറിയത്തിൽ നടത്തും. ലീലാവതി, ബാലകൃഷ്ണൻ, മുരളീധരൻ, മണികണ്ഠൻ, വിജയൻ, സജിത എന്നിവർ മക്കളാണ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.